You're listening to Star Jam on Club FM 94.3. ട്രൂ ഓർ ഫോൾസിൽ ഫ്ലൈയിങ് കളേഴ്സിലൊന്നും പാസ്സായില്ല. അതെന്താണ് ഫ്ലൈയിങ് ഗ്ലാസ്? എല്ലാം ശരിയാവണം. രണ്ടു തരം ഉത്തരവൊന്നും പറയാൻ പറ്റൂല. രണ്ടുതരം ഉത്തരം പറഞ്ഞില്ലല്ലോ ട്രൂ ഓർ ഫോൾസിൽ. സത്യമായിട്ടും പറഞ്ഞു, അതുമല്ല ഇതുമല്ലാത്ത ഉത്തരവൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്. ക്ലബ് എഫ്എമ്മിലെ സ്റ്റാർ ജാമിൽ ഞാൻ റീനു, എന്റെ കൂടെ നിവിൻ പോളി. ഇനി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. നന്നായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും. ആക്ഷൻ ഹീറോ ബിജുവിന് എന്റെ മുഖം അല്ലെങ്കിൽ ഡാഷിന്റെ മുഖവും ചേരും. എല്ലാവരുടെ മുഖം ചേരും. ഡാഷ് ഇല്ലെങ്കിൽ ഞാനില്ല. മൈദാദാ. ഡാഷിനെ എനിക്ക് പേടിയാണ്. എന്നെ പേടി കുറച്ച്. അല്ല, ഇപ്പൊ എന്താ പറയാ, ഒന്നിനും പേടിയില്ല. പേടിയുണ്ട്. അതിപ്പോ എന്തിനെ പറയാന്നുള്ളതാണ്. ഉത്തരം പറയുന്നുണ്ടോ? ഇല്ല, ഉത്തരം പറയുന്നില്ല. ഡാഷ് റോൾ ഞാൻ ഒരിക്കലും ചെയ്യില്ല. എന്നിട്ട് ഞാൻ അത് പറഞ്ഞിട്ട് ഞാൻ ചെയ്താലോ? ന്യൂഡ് പ്ലേ ചെയ്യും. അതും കാണാം. അല്ല, ചോദിച്ചതാണ്. ഇനി അതൊക്കെ പ്ലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്ലേ ചെയ്യില്ല. ന്യൂഡ് റോൾ പ്ലേ ചെയ്യില്ല. ഇല്ല. സ്വിറ്റ്സർലൻഡിലെ ഡാഷ് എനിക്ക് മറക്കാനാവില്ല. സ്വിറ്റ്സർലൻഡ് എന്ന രാജ്യമേ എനിക്ക് മറക്കാനാവില്ല. അതിൻ്റെ അകത്ത് അവിടുത്തെ ദ ലാൻഡ്സ്കേപ്പ്, അവിടുത്തെ ക്ലൈമറ്റ്, അത് ഭയങ്കര വണ്ടർഫുൾ ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. സ്കൂൾ ഡേയ്സിൽ ആരും അറിയാതെ ഞാൻ ഡാഷും ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് പഠിക്കുകയും ഒരുപാട് ഹോംവർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഭയങ്കര, മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ആരും അറിയാത്തോണ്ടാണ് നിവിൻ, സോറി, ക്ഷമിക്കുക. ഡാഷ് എൻ്റെ ഒരു ദുശീലമാണ്. പ്രാർത്ഥനയായിരിക്കുമല്ലേ? ഇത്രയും നല്ലൊരു കുട്ടീനെ കൂടെ കിട്ടിയല്ലോ ദൈവമേ, ഞാൻ നന്ദി പറയുന്നു. ചില താരങ്ങൾക്ക് വാഹനമാണ് ക്രേസ്. എനിക്ക് വാച്ചസ് ഭയങ്കര ഇഷ്ടമാണ്. വാച്ച് ഞാൻ പാടുപെട്ടു പോയത് ഡാഷിന്റെ മുന്നിലാണ്. ആക്ഷൻ ഹീറോ ബിജുവിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബേബി, മേരി റോളുകൾ ചെയ്ത ചേച്ചിമാരും സുരേഷിന്റെ മുമ്പിലൊക്കെ നമുക്ക് നിന്ന് പെർഫോം ചെയ്യാൻ ഭയങ്കര പാടാണ്. അവര്, അതായത് നമ്മൾ ഇത്രയും സിനിമകളെങ്കിലും ഇത്രയും ഡയലോഗ് പറയുമ്പോൾ റെഡി ചെയ്തിട്ടുണ്ട്. അവർക്ക് ഫസ്റ്റ് സിനിമയിലാണ്ട് വന്നിട്ടുണ്ട്, എന്താണ് പറയാ, പൊളിക്കാന്നൊക്കെ പറയില്ല, അതുപോലെ ചെയ്താണ്. അപ്പം നമ്മൾ ഇങ്ങനെ ഞെട്ടി തരിച്ചിരുന്നു. ദൈവമേ, ഈ അവസ്ഥയിൽ ഞാൻ ആദ്യത്തെ സിനിമയാണ്, എനിക്ക് ഇതിന്റെ അടുത്ത പോലും എത്താൻ പറ്റില്ല. അങ്ങനെയുള്ള പെർഫോമൻസിന് മുമ്പിൽ ഞാനിങ്ങനെ എന്ന് നിന്ന് പോയിട്ടുണ്ട്. അതെ അതെ അതെ. യു ആർ അണ്ടർ അറസ്റ്റ്. ഞാൻ റീനു നിവിൻ പോളിനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നിവിൻ ഉത്തരം പറയാതെ രക്ഷപ്പെടാൻ പറ്റില്ല. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം. നിവിന് ജാടയുണ്ടോ? എനിക്ക് അറിഞ്ഞോളൂ, ഞാനങ്ങനെ ജാടയോട് ആരോടും പെരുമാറിയിട്ടൊന്നുമില്ല. നിവിന് ജാടയുണ്ടെന്ന് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് തോന്നണേ. അതായത് ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ഇത്തിരി അങ്ങനെ അധികം ഓപ്പണായിട്ട് സംസാരിക്കാത്ത അങ്ങനത്തെ ഒരു ആളാണ്. അപ്പം ഞാനിങ്ങനെ ഒതുങ്ങി കൂടി ഇങ്ങനെ സൈഡിൽ കൂടെ ഒക്കെ പോകാനായിട്ട് എപ്പോഴും ശ്രമിക്കുള്ളൂ. ഇപ്പം എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞപ്പോൾ റീസെൻ്റ്ലി ഇതുപോലെ തന്നെ ഒരാളോട് ചോദിച്ചു, അപ്പം ഒരു ഫംഗ്ഷൻ ഉണ്ട്, അപ്പോൾ കണ്ട് ചിരിച്ചില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ എനിക്ക് ഈ സ്റ്റേജ് ഫ്രൈറ്റ് എന്നുള്ള പരിപാടി ഉണ്ട്. സ്റ്റേജിൽ കയറി എനിക്ക് കൈയും കാലൊക്കെ വരയ്ക്കും. അപ്പോൾ സ്കൂളിലൊരു പരിപാടിക്ക് ഞാൻ പങ്കെടുക്കാറില്ല. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് സെമിനാർ എടുക്കണം, ക്ലാസ്സിലെ സെമിനാർ എടുക്കണം. ഞാൻ നടന്നു വന്ന് പ്ലാറ്റ്ഫോമിൽ കയറി തിരിഞ്ഞ് എൻ്റെ ക്ലാസ്സിൽ 60 പേരെ കണ്ടപ്പോൾ ഞാൻ ബ്ലാങ്ക് ആയിപ്പോയി. എനിക്കൊന്നും പറയാൻ, എനിക്ക് ശബ്ദം പുറത്തു വരുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നെ ആൾക്കാർ 2-3 പേര് നോക്കിക്കൊണ്ടിരുന്ന ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും. അപ്പോൾ അതിൽ നിന്ന് ഞാനിങ്ങനെ ഓരോ പരിപാടിക്ക് പോയി ഇപ്പോൾ നമ്മൾ മൈക്കിലെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് പേരുടെ മുമ്പിൽ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കണം. അത് അത്ര എളുപ്പമുള്ള പരിപാടി അല്ല എനിക്ക് പേഴ്സണലി. കാരണം ഞാൻ അങ്ങനെ ഇരുന്ന ഒരാളാണ്. അപ്പോൾ ഞാനൊരു ഫംഗ്ഷൻ പോയി കഴിഞ്ഞാൽ എൻ്റെ ഫുൾ ചിന്ത, എൻ്റെ പൊന്നു ഇന്ന് എന്ത് സംസാരിക്കുന്നത്, എന്തായിരിക്കും പറയേണ്ട, ആൾക്കാർ ഇത് ഇരിപ്പുണ്ടല്ലോ, ഇത് എങ്ങനെ തുടങ്ങണം, ഞാനിത് ഇങ്ങനെ എനിക്ക് മനസ്സിലായി. അപ്പോൾ ആൾക്കാർ എന്നെ നോക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിൽ ഞാനിങ്ങനെ ചെറിയ പ്ലഗ് പോയോണെങ്കിൽ ഇരിക്കുകയായിരിക്കും. അതായത് ഇന്നിപ്പോൾ അത് എന്ത് പറയും, ഇന്നിപ്പോൾ ആരായിരിക്കും ഗസ്റ്റ്, ഇവരുടെ പേരെന്താ, ഇത് ആരാ ഇരിക്കണേ, ഇവിടെ ഫുൾ ഈ തോട്ട്സ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചിരിച്ചു പോകേണ്ടവർ. പക്ഷേ എൻ്റെ ഫുൾ മൈൻഡ് വെറുതെ ഇങ്ങനെ വേറെ സ്ഥലത്ത് എന്തോ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. ഞാൻ ഇങ്ങനെ നോക്കുന്നു, ഫുൾ ഔട്ട്. അപ്പം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി മുതൽ ശ്രദ്ധിക്കണം. ഞാൻ മനഃപൂർവ്വം ചെയ്യണമല്ല, പക്ഷേ പുറത്തിറങ്ങി എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാൻ സംഭവിച്ചു പോകുന്നതാണ്. ഓക്കെ നിവിൻ, ഐ വാണ്ട് ടു നോ ഒരു സീക്രട്ട്. ആരോടും പറയാത്ത സീക്രട്ട് ഞാൻ ഇവിടെ പറയണം. അപ്പം പിന്നെ സീക്രട്ട് ആക്കി വെച്ചെന്തിനാ? നാളെ തൊട്ട് പുതിയ സീക്രട്ട് ആക്കാമല്ലോ, വേറൊരു സീക്രട്ട് ഉണ്ടാക്കാമല്ലോ നമുക്ക്. ഒരു അബദ്ധം പറ്റാറുണ്ടോ നിവിൻ പോളിക്ക്? ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ഒരുപാട് അബദ്ധങ്ങളൊക്കെ സംഭവിച്ചു. പക്ഷേ പീപ്പിൾ സേ യു ആർ റിയലി ഗുഡ് അറ്റ് ദാറ്റ്. ഡിസിഷൻ മേക്ക് ചെയ്യാൻ നിവിൻ പോളിക്ക് പറ്റും. നിവിൻ പോളിക്ക് നോ പറയാൻ വളരെ എളുപ്പമാണെന്ന് ആളുകൾ പറയുന്നുണ്ട്. അതെനിക്ക് ഭയങ്കര പാടായിരുന്നു. പിന്നെ ഞാനത് നോ പറയാൻ ബുദ്ധിമുട്ടാകുമ്പോൾ നമ്മളിത് കുറച്ച് നീട്ടും. അതായത് എങ്ങനെ നോ പറയും, ഇതിനി എങ്ങനെ, ദൈവമേ ഇതെന്താവും പ്രശ്നം, ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന കുറേ സമയം പോകും. അപ്പോൾ കഥ പറഞ്ഞിട്ട് നോ പറയാൻ കുറേ സമയം എടുക്കുമ്പോൾ ഇത്ര നാൾ ചുമ്മാ അവൻ ഇങ്ങനെ നടത്തിച്ചെന്ന് പറയും. ഇപ്പം ഞാൻ സ്പോട്ടിൽ പറയും, അയ്യോ ഇതെനിക്ക് പറ്റുന്നൊരു സിനിമയായിട്ട് തോന്നുന്നില്ല, നമുക്ക് ഇനി ഒരു നല്ലത് വരുമ്പോൾ ചെയ്യാമെന്ന് പറയും. അല്ലെങ്കിൽ അപ്പോൾ നമ്മളത് പറഞ്ഞ് അവിടെ നിർത്തിയിരിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്ത പ്രോജക്ട്സ്. അടുത്തത് ഉടനെ തുടങ്ങാൻ പോകുന്ന അൽത്താഫ് എന്ന് പറഞ്ഞ എൻ്റെ ഫ്രണ്ട് സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. അതൊരു ഫാമിലി സ്റ്റോറിയാണ്. അതിൽ ഈ പറഞ്ഞ മാസം പരിപാടിയും കാര്യങ്ങളും ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റ് ഇസ് ടൈം ഫോർ നിവിൻ ആൻഡ് റീനു ടു സൈൻ ഓഫ്. സ്റ്റാർ ജാമിന്ന് പോകുന്നതിന് മുന്നേ നിവിന് അവസരം തരികയാണ് 2 നല്ല വാക്ക് ആർജയെ കുറിച്ച് സംസാരിക്കാൻ. ഏത് ആർജനെ കുറിച്ചാണ്? വേറെ ആരും കാണാനില്ലല്ലോ ഇവിടെ. ഞാൻ ലവ് ബൈറ്റ്സിലെ ഈ ശബ്ദം ഞാൻ കേൾക്കാറുണ്ട്. ചില സമയത്ത് കേട്ട് ഉറങ്ങി പോകാറുണ്ട്. അങ്ങനെ നിവിന്. അപ്പൊ ഇനി നിവിൻ ഒരു അക്ഷരം പോലും സംസാരിക്കാൻ